ഇവിടെ ആരോഗ്യരംഗത്തിൻ്റെ പഴയ പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലം നമ്മൾ മറന്നു പോകുന്നത് ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നമ്മുടെ നാട്ടിൽ കോവിഡ് വന്ന സമയത്ത് കോവിഡിനുള്ള മരുന്ന് ഇല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷേ കോവിഡിനുള്ള ചികിത്സ എന്നുള്ള നിലയിൽ ഒട്ടനവധി പണം നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുപോയില്ലേ? കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ PPE കിറ്റ് വിട്ടുള്ള ആളുകളുടെ നടപ്പാണ് വഴിയിൽ പോലും നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. നമ്മളെ ഭയപ്പെടുത്തുമായിരുന്നു. നമ്മൾ ഭയന്ന് ഈ രൂപത്തിൽ മുന്നോട്ട് പോയാൽ മനുഷ്യരാശി തന്നെ ഇല്ലാതാകുമെന്നുള്ള അന്തരീക്ഷം ഉണ്ടാക്കി നമ്മൾ അവരുടെ ചികിത്സയ്ക്ക് വിധേയപ്പെടുവാൻ നിർബന്ധിക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടായത്. അതുകൊണ്ട് നമ്മുടെ കേരളത്തിൽ ചികിത്സയുടെ രീതി എവിടെ പോയി നിന്നു എന്ന് പറയേണ്ട കാര്യമുണ്ടോ? നമ്മളുടെ ആരോഗ്യരംഗം കാണുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ഇവിടെ ആരോഗ്യരംഗത്തിൻ്റെ പഴയ പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലം നമ്മൾ മറന്നു പോകുന്നത് ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എല്ലാ ആളുകൾക്കും വൈദ്യസഹായം, ഏറെക്കുറെ സൗജന്യമായ ചികിത്സാ രീതി, അതൊക്കെ മഹാരാജാക്കന്മാരുടെ കാലം മുതൽ നമ്മുടെ കേരളത്തിൽ ഒട്ടനവധി നമ്മൾ അനുഭവിച്ചു വന്നതാണ്. അക്യുപഞ്ചർ ഇത്രയും വലിയ പ്രചരണം ഉണ്ടാകുന്നതിന് മുമ്പ് ഞാൻ അക്യുപഞ്ചറിൻ്റെ ഒരു ചികിത്സാവിധിക്ക് വിധേയപ്പെട്ടൊരു വ്യക്തിയാണ്. അക്യുപഞ്ചർ അന്ന് നമ്മളുടെ കേരളത്തിൽ അങ്ങനെ കാര്യമായിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള ആളുകൾ ഇത് പഠിച്ച് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ചില സ്ഥലങ്ങളിൽ അക്യുപഞ്ചറിൻ്റെ ചികിത്സാവിധിയിൽ പോയിരുന്നുണ്ട്.